الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال العشر والشفع والوتر ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് ദുൽഹജ്ജ് 4, 6 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബലി പെരുന്നാൾ ദിനത്തിലേക്ക്, യൗമുൻ നഹ്റിലേക്ക് ബാക്കിയുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ് തന്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളെ, മാസങ്ങളെ അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചു എന്നുള്ളത്. ഇത് അള്ളാഹിന്റെ ഒരു ഫളലാണ്. എന്ന് പറഞ്ഞില്ലേ, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ചില പ്രത്യേക മാസങ്ങൾക്കും ചില പ്രത്യേക ദിവസങ്ങൾക്കും അതിൽ സുഹൃതങ്ങൾ ചെയ്താൽ അല്ലാഹു കൂടുതൽ പുണ്യം, പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏറെ മഹത്വമുള്ള ദിനങ്ങളാണ് ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ദിനങ്ങളെ ആണയിട്ടുകൊണ്ട്, അതിന്റെ മഹത്വത്തെ ആണയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതാണ് സൂറത്തുൽ ഫജ്റിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനങ്ങൾ. അള്ളാഹു പറയാം, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. വൽ ഫജ്ർ പ്രഭാതമാണേ സത്യം, വലയാലിൻ അശ്ർ 10 രാവുകളാണേ സത്യം, വശഫ്ഇ വൽ വത്ർ ഒറ്റയിട്ട രാവാണ്, ഇരട്ടയായ രാവുകളുമാണ്. ഒറ്റയും ഇരട്ടയുമായ ആ 10 രാവുകളാണേ സത്യം, പ്രഭാതമാണേ സത്യം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അന്നഹാ അശ്റു ദുൽഹിജ്ജ. 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങൾക്ക് പ്രത്യേകം മഹത്വമുണ്ടെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഇഹലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഇഹലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, ഇതെന്താ റമളാൻ മാസത്തെക്കാൾ വലിയ മഹത്വം ദുൽഹജ്ജ് മാസത്തിനുണ്ടോ എന്നാണോ ഈ പറയുന്നത്? അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ വിശദീകരണം. അദ്ദേഹം പറഞ്ഞു, അന്ന അയ്യാമ അശ്രി ദിൽഹിജ്ജ അഫ്ളലുൻ മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളെക്കാൾ, പകലുകളെക്കാൾ മഹത്വമുള്ളതാണ്. രാവുകളെ വെച്ച് പറയുന്നതല്ല. ഏറ്റവും ശ്രേഷ്ഠമായ,
രാവുകൾ എന്ന് പറയുന്നത് വിശുദ്ധ റമളാനിലെ രാവുകളാണ്. അതും റമളാനിൽ അവസാന 10 രാവുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ. അതിൽ ആർക്കും തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പകലുകൾ വെച്ച് നോക്കുമ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 പകലുകളാണ് ശ്രേഷ്ഠമായതെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. വലയാലിൽ അശ്ർ മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്ർ മിൻ ദുൽഹിജ്ജ. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാവുകളെക്കാൾ മഹത്വമുള്ളത് റമളാനിലെ 10 രാവുകൾ, അവസാനത്തെ 10 രാവുകൾക്ക് തന്നെയാണ്. രാവുകൾ വെച്ച് നോക്കുമ്പോൾ റമളാൻ തന്നെയാണ്. പക്ഷേ പകലുകൾ വെച്ച് നോക്കുമ്പോ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 പകലുകളാണ് ഏറെ ശ്രേഷ്ഠമായതും മഹത്വമുള്ളതുമെന്ന് ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഇന്ന അയ്യാമ അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാന 10 ദിവസങ്ങളിലെ പകലുകളുണ്ടല്ലോ, ആ പകലുകളെക്കാളും മഹത്വമുള്ളതാണ്, രാവുകളെക്കാളും എന്നല്ല പറഞ്ഞത്, പകലുകളെക്കാളും മഹത്വമുള്ളതാണ് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലെ പകലുകൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതാണ് ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുഹൃതങ്ങൾ വേറൊരു പകലിലും ആളുകൾ നിർവഹിക്കുന്നില്ല. ഈ പകലുകളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുഹൃതങ്ങൾ വേറൊരു പകലിലും മനുഷ്യൻ നിർവഹിക്കുന്നില്ല. ഏത് പകലുകൾ? യഅനി അയ്യാമൽ അശ്ർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾ, അവിടെ നിർവഹിക്കപ്പെടുന്ന സുഹൃതങ്ങൾ, അതിനേക്കാൾ മഹത്വമേറിയ സുഹൃതങ്ങൾ, അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുഹൃതങ്ങളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ പകലുകൾ വ്യത്യസ്തമാകുന്നത്? എന്തുകൊണ്ടാണ് ഈ പകലുകൾ അതിശ്രേഷ്ഠമാകുന്നത്? അതിന്റെ കാരണം ഹദീസ് പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്ത് ഫീ. അടിസ്ഥാന ആരാധനകളെല്ലാം സംഗമിക്കുന്ന ഇടമാണത്. ഇസ്ലാമിൽ അടിസ്ഥാന ആരാധനകളെല്ലാം സംഗമിക്കുന്ന പകലുകളാണ് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 പകലുകൾ എന്ന് പറയുന്നത്. ഏതാണ് ഈ അടിസ്ഥാന ആരാധനകൾ? വഹിയ സ്വലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജ്. അത് നമസ്കാരമാണ്, നോമ്പാണ്, ദാനധർമ്മങ്ങളാണ്, ഹജ്ജാണ്. നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ഹജ്ജും അടക്കമുള്ള അടിസ്ഥാന ആരാധനകളെല്ലാം സംഗമിക്കുന്ന പകലുകളാണ്. ഈ പകലുകളിലല്ലാതെ ഈ ആരാധനകളെല്ലാം ഒരുമിച്ച് വരില്ല. ഇപ്പൊ റമളാൻ നമ്മൾ എടുത്തു നോക്കിയാൽ, ആ റമളാനിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്. പക്ഷെ അവിടെ ഹജ്ജില്ലല്ലോ. ഇവിടെ ഇപ്പറഞ്ഞ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുമുണ്ട്. ഇസ്ലാമിലെ അടിസ്ഥാന ആരാധനകളെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്ന പകലുകൾ എന്നുള്ളതാണ് ഈ പറയുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ദുൽഹിജ്ജ എന്നാണ് പറയുന്നത് തന്നെ. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജുള്ള മാസം എന്നാണ്. ഹജ്ജുള്ള മാസം എന്നാണ് പദത്തിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ 10 പകലുകളുടെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ശ്രേഷ്ഠമായ 10 പകലുകളിൽ നമ്മൾ എന്തു ചെയ്യണം? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ നല്ലതുപോലെ സ്മരിക്കണേ. ദിക്റുള്ളയാണ് വേണ്ടത്. മനസ്സിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, നമ്മുടെ ചുണ്ടുകളിലും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, നമ്മുടെ മനോഗതങ്ങളിലും നമ്മുടെ ചുണ്ടുകളിലും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് വേണ്ടത്. ലിസാനുൻ ദാക്കിർ, അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സും അല്ലാഹുവിനെ പറയുന്ന ചുണ്ടുകളും, അതാണ് വേണ്ടത്. ما من أيام أعظم عند الله سبحانه وتعالى ولا أحب إليه العمل فيهن من هذه الأيام العشر. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിച്ചു, ഈ 10 ദിനങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹു ഏറ്റവും മഹത്വം കൽപ്പിക്കുന്ന പകലുകൾ ഇല്ല. അതുകൊണ്ട് ആ ദിനങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ദിക്റുള്ളയാണ്. ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതിൽ നിങ്ങൾ അധികരിപ്പിക്കണേ, ആ 10 പകലുകളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ. മിനത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ, വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ, വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ്. തഹ്മീദും തക്ബീറും തഹ്ലീലും നിങ്ങൾ ഈ 10 പകലുകളിൽ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണേ. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ ദാനധർമ്മങ്ങളും നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക. മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ളമു അജ്റൻ മിൻ ഖൈറിൻ യഅമലുഹു ഫീ അശ്റിൽ അൽഹാ. ചിലയിടങ്ങളിൽ അശ്റുൽ അൽഹാ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അൽഹായുടെ 10 ദിനങ്ങൾ,
ബലിപെരുന്നാളിലേക്ക് അടുക്കുന്ന 10 ദിനങ്ങൾ, ആ 10 ദിനങ്ങളെക്കാൾ ഉത്തമമായ, അവിടെ നിർവഹിക്കുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ മഹത്വം ലഭിക്കുന്ന കർമ്മങ്ങൾ എവിടെയുമില്ല. ഇന്നത്തെ ജുമുഅക്ക് മഹത്വമുണ്ട്, കാരണം അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ വരുന്ന ജുമുഅയാണ്. ആ ജുമുഅയെ കുറിച്ച് പറഞ്ഞതെന്താ? യൗമൽ ജുമുഅത്തി ഫീ അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരി. അശ്രു ദുൽഹിജ്ജയിലെ ജുമുഅ എന്ന് പറയുന്നത്, ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളിലെ ജുമുഅ എന്ന് പറയുന്നത് മറ്റു ജുമുഅകളെക്കാൾ എല്ലാം ശ്രേഷ്ഠതയുള്ളതാണ്. കാരണം 2 ശ്രേഷ്ഠത അതിനുണ്ട്. ഒന്ന് ജുമുഅയുടെ ശ്രേഷ്ഠത, 2 ദുൽഹജ്ജ് ആദ്യ 10ന്റെ ശ്രേഷ്ഠത. ഇത് രണ്ടും സംഗമിച്ചത് കൊണ്ട് ഈ ജുമുഅക്ക് പ്രത്യേകം മഹത്വമുണ്ടെന്ന ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് ബലിപെരുന്നാൾ ദിനവും അതുപോലെ അറഫാ ദിനവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമ അറഫ വ യൗമുൻ നഹർ വ അയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. മുസ്ലിങ്ങളെ, അറഫാ ദിനവും ബലിപെരുന്നാൾ ദിനവും തശ്രീഖിന്റെ ദിനങ്ങളും, അയ്യാമുത് തശ്രീഖും അറഫാ ദിനവും ബലിപെരുന്നാൾ ദിനവും നമ്മുടെ ആഘോഷ ദിനങ്ങളാണ്. ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. അറഫാ ദിനം എന്ന് പറഞ്ഞാൽ എന്താഘോഷം? ആത്മീയതയുടെ ആഘോഷമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് സ്വയം ഏറ്റവും നിസ്സാരനായി തോന്നുന്ന സന്ദർഭമാണ് അറഫാ ദിനം. അറഫാ ദിനത്തിൽ പിശാചിന് സ്വയം തോന്നുകയാണ് ഏറ്റവും നിസ്സാരനാണ് താൻ എന്ന പിശാചിന് ഏറ്റവും കൂടുതൽ തോന്നുന്ന ദിവസം അറഫാ ദിനമാണ്. അതുപോലെ പിശാചിന് താൻ ഏറ്റവും വഷളനാണെന്ന് തോന്നുന്ന ദിനമാണ് അറഫാ ദിനം. പിശാചിന് ഏറ്റവും പ്രകോപനമുള്ള ദിനമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. വേറെ ഹദീസിൽ കാണാം, മാമിൻ യൗമിൻ അക്തറു മിൻ അയ്യാതിഖല്ലാഹു മിൻ അയ്യാതിഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫാ. അറഫാ ദിനത്തെക്കാൾ കൂടുതൽ അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന വേറൊരു ദിനവുമില്ല. യൗമ അറഫയേക്കാൾ കൂടുതൽ അള്ളാഹു ആളുകൾക്ക് നരകമോചനം നൽകുന്ന വേറൊരു ദിനവുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നരകമോചനവും പാപമോചനവും ഒക്കെ നേടിയെടുക്കുക ഹാജിമാരാണ്. ആ അറഫായിൽ സംഗമിക്കുന്ന ഹാജിമാർ അവരാണ് ഏറ്റവും കൂടുതൽ പാപമോചനവും നരകമോചനവും നേടിയെടുക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലുല്ലാഹു തബാരക വ തആല ഇലസ് സമാഇദ് ദുനിയ. അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഇടത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന സന്ദർഭമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ. എന്നിട്ട് അല്ലാഹു ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ആകാശത്തുള്ള അല്ലാഹുവിന്റെ മലക്കുകളോട് മേനി പറയുമെന്ന ഫയഖൂൽ, അല്ലാഹു പറയും, ഉൻളുറു ഇലാ ഇബാദി ജാഊനി ശഗസൻ ഗബറൻ വഹീൻ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് സമർപ്പിതരായി മുടി ജടപിടിച്ച അവസ്ഥയിൽ, ശരീരത്തിൽ പൊടി പുരണ്ട അവസ്ഥയിൽ ഇതാ ഈ അറഫാ മൈതാനിയിലേക്ക് ഹാജിമാർ വന്നിരിക്കുന്നു. എന്റെ ദാസന്മാർ വന്നിരിക്കുന്നു. എന്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കണേ. എന്നോട് പ്രിയം വെക്കുന്ന ദാസന്മാർ മുടി ജടപിടിച്ചുകൊണ്ടും പൊടിപുരണ്ട ശരീരവുമായും സ്വയം സമർപ്പിതരായി ത്യാഗം ചെയ്തുകൊണ്ടിതാ അറഫാ മൈതാനിയിലേക്ക് അവർ വന്നിരിക്കുന്നു. ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതിവിദൂരമായ ദിക്കുകളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. യർജൂന റഹ്മതി വലം യറൂ അദാബി. അവരെന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്റെ ശിക്ഷ കണ്ടിട്ടൊന്നുമല്ല, എന്റെ ശിക്ഷ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടല്ല, എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതാ അവർക്ക് ഉറപ്പ് നൽകുന്നു, വലൗ കാനത ദുനൂബുഹും അദദുർ റംലി ഔ അദദുൽ ഖത്രി ഔ സുബദുൽ ബഹരി ലഗഫർതുഹാ. അവരുടെ പാപങ്ങൾ മണൽ തരികൾ കണക്കെ ഉണ്ടെങ്കിലും, മഴത്തുള്ളികൾ കണക്കെ പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, സമുദ്രത്തിലെ കുമിളകൾ കണക്കെ പാപങ്ങൾ തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്റെ ദാസന്മാർക്ക് എന്നല്ലാഹു അറഫാ മൈതാനിയിൽ സംഗമിച്ച ദാസന്മാരെ നോക്കിക്കൊണ്ട് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ചുകൊണ്ട് പറയും, അഫീലു ഇബാദി ഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും. എന്റെ ദാസന്മാരെ നിങ്ങൾ ഒഴുകണേ, നിങ്ങളെ വിശ്വാസികളുടെ ഹാജിമാരുടെ സഞ്ചയത്തിന്റെ കൂടെ ഒഴുകണേ. ഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും. ഞാനിതാ നിശ്ചയം നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്കും ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹു തന്റെ ദാസന്മാരോട്, ആ അറഫാ മൈതാനിയിൽ സംഗമിച്ച ദാസന്മാരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മലക്കുകളോട് മേനി പറയുന്ന ദിവസമാണ് അറഫാ ദിനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അറഫാ ദിനത്തിൽ നോമ്പെടുക്കാനും ദിക്ർ ദുആകളിൽ കൂടുതൽ മുഴുകാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്.
ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ വചനം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് ആധിപത്യം, അവനാണ് സർവസ്തുതിയും. യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ജീവിപ്പിക്കുന്നവനാണ്, അവൻ മരിപ്പിക്കുന്നവനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം. അതുകൊണ്ട് ഇതുപോലുള്ള ദിക്റുകൾ അറഫാ ദിനത്തിൽ വർദ്ധിപ്പിക്കുക. തഹ്ലീൽ, തക്ബീർ, തഹ്മീദുകളുടെ കൂടെ ഇതുപോലുള്ള ദിക്റുകൾ, ദുആകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കേണ്ടുന്ന ദിനം കൂടിയാണ് സഹോദരങ്ങളെ അറഫാ ദിനം എന്ന് പറയുന്നത്. കേവലം ആത്മീയ പ്രാധാന്യം മാത്രമല്ല അറഫക്കുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ സാമൂഹിക നിർമ്മിതിയുടെ ഫിലോസഫി രൂപപ്പെട്ടതും അറഫായിൽ നിന്നാണ്. ഇസ്ലാമിന്റെ സാമൂഹിക നിർമ്മിതിയുടെ ദർശനം രൂപപ്പെട്ടത് എവിടുന്ന? അറഫായിൽ നിന്നാണ് സഹോദരങ്ങളെ. ഹിജ്റ 10-ാം വർഷം അറഫയിൽ ഹജ്ജിനോടനുബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നു. കേവലം ഒരു ആത്മീയോപദേശം മാത്രമല്ല, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം കൂടിയായിരുന്നു അറഫായിലെ പ്രവാചകന്റെ പ്രസംഗം. അത് റസൂലുള്ളാഹിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജാണ്. ഹജ്ജത്തുൽ വിദാ ആണ്, ഖുതുബത്തുൽ വിദാ ആണ്. വിശ്വാസികളെ എന്നല്ല പ്രവാചകൻ അവിടെ വിളിച്ചത്, ഹാജിമാരെ എന്നുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്, മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം തുടങ്ങുന്നത്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. ജനങ്ങളെ, നിശ്ചയം നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ അറഫാ ദിനത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ, ഈ മക്ക നാടിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ, ഈ മക്ക നാടിന്റെ പവിത്രത പോലെ, ഈ അറഫാ ദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണെന്ന ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ആ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് അറഫാ മൈതാനിയിൽ വെച്ചായിരുന്നു. ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഏറ്റവും അധികം പ്രസക്തമാവുന്ന കാലത്താണ് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ നിരപരാധികളായ മനുഷ്യരാണ് ഇറാനിലും ഫലസ്തീനിലും അടക്കം ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ടതോ. ലക്ഷത്തോളം അടുക്കുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന നിരപരാധികളായ ജനസംഖ്യയും അന്യായമായി ഇറാന്റെയും ഫലസ്തീന്റെയും മണ്ണിൽ അതിക്രൂരമായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒന്നാമത്തെ അവകാശം അത് ജീവിക്കാനുള്ള അവകാശമാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത്. നിശ്ചയം നിങ്ങളുടെ രക്തം പവിത്രമാണ്. ഈ മക്ക നാടിന്റെ പവിത്രത പോലെ പവിത്രമാണ്. ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ പവിത്രമാണ്. ഈ അറഫ ദിനത്തിന്റെ പവിത്രത പോലെ, ഈ അറഫ മൈതാനിയുടെ പവിത്രത പോലെ പവിത്രമാണ്. എന്ത്? മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യന്റെയും ജീവൻ എന്ന് പറയുന്നത്, അതാണ് മനുഷ്യന്റെ രക്തം പവിത്രമാണ് എന്ന് പറയുന്ന ആ ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിന്റെ ശക്തി എന്ന് പറയുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യർക്കിടയിൽ ഒരു വിവേചനവും പാടില്ലെന്ന് അതേ അറഫ മൈതാനിയിൽ വെച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. യാ അയ്യുഹന്നാസ്, നമ്മൾ എത്രയോ കേട്ട വചനമാണത്. അത് എവിടുന്ന് പറഞ്ഞതാണ്? അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞതാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അറിയുക, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവെന്നാണ്. വഇന്ന അബാക്കും വാഹിദ്, നിശ്ചയം നിങ്ങളുടെ പിതാവെന്നാണ്. ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ വലാ ലിയഹ്മറ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. ഒരു ചുവന്നവനും വെളുത്തവനേക്കാൾ കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. ഇല്ലാ ബിത്തഖ്വ. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം തഖ്വ മാത്രമാണ്. മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ലെന്ന് അറബിത്വത്തിന്റെ 100% ഒത്തിണങ്ങിയ പ്രവാചകൻ പറഞ്ഞു. 100% അറബിയാണ്, 100% ഖുറശിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകൻ പറഞ്ഞു, ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. മനുഷ്യർക്കിടയിൽ ജാതിയുടെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം അതായിരുന്നു അറഫ മൈതാനിയിൽ മുഴങ്ങിയത്. സഹോദരങ്ങളെ, നവോത്ഥാന കേരളത്തിൽ പോലും വിവേചനങ്ങളുടെ പേരിലുള്ള ആത്മഹത്യകൾ സംഭവിക്കുമ്പോ വിവേചനങ്ങൾക്കെതിരിലുള്ള അറഫായിലെ ഇടിമുഴക്കം ഇന്നും പ്രസക്തമാണ്. സഹോദരങ്ങളെ, പലിശയും സാമ്പത്തിക ചൂഷണങ്ങളും ഇല്ലാത്ത ഒരു ലോകക്രമത്തെ സൃഷ്ടിക്കണമെന്നാണ് അറഫായിൽ വെച്ച് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലല്ലാഹു അല്ലാ റിബ, പലിശ പാടില്ലെന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. പലിശയിൽ അധിഷ്ഠിതമായ ചൂഷണങ്ങൾ പാടില്ലെന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. വലക്കും റുഊസു അംവാലിക്കും ലാ തളിമൂന വലാ തുളമൂൻ. നിങ്ങൾ ആളുകൾക്ക് പലിശ ലക്ഷ്യം വെച്ചുകൊണ്ട് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങളുടെ മൂലധനം മാത്രമേ തിരിച്ചു വാങ്ങാൻ പാടുള്ളൂ. പലിശ പാടില്ലെന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. പലിശയോട് അല്ലാഹു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രം തിരിച്ചു വാങ്ങാം. ലാ തളിമൂന വലാ തുളമൂൻ. നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല, നിങ്ങളോട് മറ്റുള്ളവരും അക്രമം ചെയ്യാൻ പാടില്ല, നിങ്ങൾ മർദ്ദിതരോ മർദ്ദകരോ ആയി മാറാൻ പാടില്ല. തുടർന്നും പ്രവാചകൻ വിശദീകരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സ്ത്രീകളാണെന്ന് കരുതി അവരോട് മര്യാദയില്ലാതെ പെരുമാറിയേക്കരുത്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഓരോന്നും നാളെ വിചാരണ ചെയ്യും. അവർക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. വലക്കും അലൈഹിന്ന ഹഖ്ഖും വലഹും അലൈക്കും ഹഖ്. സ്ത്രീകൾക്ക് ബാധ്യതകൾ മാത്രമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജാഹിലിയ്യ കാലഘട്ടത്തിലെ ഒരു ജനതയെ പരിഷ്കരിച്ചുകൊണ്ട് പ്രവാചകൻ ആ പരിഷ്കരണ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അറഫായുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, സ്ത്രീകൾക്ക് ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫലഹുന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ന്യായമായ രീതിയിൽ അവർക്ക് അവരുടെ വസ്ത്രവും ഭക്ഷണവും എല്ലാം നൽകണം. അവരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. അന്നം നൽകിയാൽ മാത്രം പോരാ, വസ്ത്രം നൽകിയാൽ മാത്രം പോരാ, ഉന്നതമായ രീതിയിൽ നിങ്ങൾ സ്ത്രീകളോട് പെരുമാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഐക്യരാഷ്ട്ര സഭയെ പോലും നോക്കുകുത്തിയാക്കി യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെ ഭീകരമായ നരനായാട്ടുകൾ ഉണ്ടാകുമ്പോ ഈ ക്രൂരതകൾക്കെതിരിലായിരുന്നു അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കും സംസാരിച്ചെന്ന് നാം തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, നാം ഈ പ്രഖ്യാപനം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഈ പ്രഖ്യാപനം പ്രാവർത്തികമാക്കണം. നമ്മുടെ കുടുംബത്തിനകത്തും പുറത്തുമുള്ള സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മാന്യമായി ഇടപഴകാനും പലിശയടക്കമുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും നമുക്ക് സാധ്യമാകുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം, അറഫ പ്രഭാഷണം ഉൾക്കൊണ്ടവരായി ആ പ്രഖ്യാപനങ്ങൾ അനുസരിച്ചവരായി നാം മാറുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അറഫ ദിനത്തിൽ നോമ്പെടുക്കുക എന്നതും പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും മായ്ച്ചു കളയുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിലെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തിലെ പാപവും മായ്ച്ചു കളയുന്ന നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് വരുന്ന ചൊവ്വാഴ്ചയാണ്. അതിനാൽ ചൊവ്വാഴ്ച നോമ്പെടുക്കുക എന്നതാണ് ഒരു വീക്ഷണം. അതൊരു വീക്ഷണമാണ്, ചൊവ്വാഴ്ച നോമ്പെടുക്കുക. അറഫായിൽ ഹാജിമാർ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ നോമ്പെടുക്കുക എന്നത് അറഫാ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണമാണ്. പക്ഷെ വേറൊരു വീക്ഷണം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 ബുധനാഴ്ചയായതിനാൽ, അതല്ലെങ്കിൽ ഓരോ നാടുകളിലും ദുൽഹജ്ജ് 9 എന്നോ അന്ന് യൗമ അറഫയിലെ നോമ്പെടുക്കുക, ഇതാണ് മറ്റൊരു വീക്ഷണം എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിലുണ്ട്. കർമ്മശാസ്ത്രപരമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് പഴുതുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗവേഷണാത്മകമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതനുസരിച്ച് ആളുകൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ള ശാഖാപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇതിനെയും നമ്മൾ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിജ്തഹദ ഫഅസ്വാബ ഫലഹു അജ്റാൻ മനിജ്തഹദ ഫഅഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ്. ആരെങ്കിലും ഗവേഷണം നടത്തി അതിൽ ശരിയായ നിലപാടിലെത്തിയാൽ അയാൾക്ക് 2 പ്രതിഫലവും, ഗവേഷണം നടത്തി എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രതിഫലവും ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് ഇജ്തിഹാദിയായിട്ട് 2 വീക്ഷണങ്ങൾക്ക് പഴുതുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഏത് ദിനമാണ് യൗമ അറഫയായിട്ട് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് മാസപ്പിറവി വ്യത്യാസം വരുന്ന സന്ദർഭങ്ങളിൽ ഏത് ദിനത്തെയാണ് പരിഗണിക്കേണ്ടത്? അപ്പൊ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഏത് ദിനത്തിൽ നമ്മൾ നോമ്പെടുത്താലും നമ്മുടെ നോമ്പ് പാഴായി പോവുകയില്ല. 2 വീക്ഷണങ്ങളും ശരിയാണ്. 2 വീക്ഷണങ്ങളും അത് പ്രമാണങ്ങളുടെയും യുക്തിയുടെയും പിൻബലമുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ പറയാൻ കഴിയുന്ന 2 വീക്ഷണങ്ങൾ. പക്ഷേ ഏത് ദിവസം നോമ്പെടുത്താലും ആ നോമ്പൊന്നും പാഴായി പോകുന്നില്ല. 2 ദിവസം നോമ്പെടുക്കാൻ ഒരാൾക്ക് സാധ്യമായാൽ, ഇനി അതല്ല 9 ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധ്യമായാൽ അതെല്ലാം നല്ല കാര്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ഹിജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 ദിവസവും നോമ്പെടുക്കുമായിരുന്നു. അങ്ങനെ ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ്
മാസത്തിൽ 9 ദിവസവും നോമ്പെടുക്കുമായിരുന്നു. കൂടുതൽ പുണ്യം നേടാൻ ഈ 10 ദിവസങ്ങളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പവിത്രമായ ഈ ദിനങ്ങളിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അതീവ ജാഗ്രതയും അതീവ സൂക്ഷ്മതയും നമുക്ക് വേണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മുടെ ബലിപെരുന്നാൾ. ദുൽഹജ്ജ് 9 ബുധനാഴ്ച, ദുൽഹജ്ജ് 10 വ്യാഴാഴ്ചയാണ് നമ്മുടെ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. പെരുന്നാൾ നമസ്കാരം മഴയില്ലെങ്കിൽ ഈദ്ഗാഹിൽ വെച്ചാണ് നിർവഹിക്കപ്പെടുക. കുളിച്ച് ഉള്ളതിൽ വെച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് പെരുന്നാളിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് വീട്ടിലെ എല്ലാവരും, വൃദ്ധരും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും യുവാക്കളും എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഈദ് നമസ്കാരത്തിന് എത്തുക എന്നുള്ളതാണ്. ഈദ്ഗാഹിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത്. അവരിൽ നിന്ന് ഈദ്ഗാഹിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട വചനം എല്ലാ ഈദ്ഗാഹുകളുടെയും മുന്നോടിയായിട്ട് നമ്മൾ വിശദീകരിക്കാറുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാം. റസൂലുള്ളാഹി ഞങ്ങളോട് ഈദ് മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈദ്ഗാഹ്, ഈദ് മുസല്ല, പള്ളിയല്ലാത്ത നമസ്കാര സ്ഥലം എന്നർത്ഥം, അവിടേക്ക് പുറപ്പെടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാൻ. പ്രവാചകന്റെ കൽപ്പനയിൽ ആർത്തവകാരികളെ അടക്കം മുസല്ലയിലേക്ക് കൊണ്ടുപോകാനുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു. ആർത്തവകാരികളെ അടക്കം മുസല്ലയിലേക്ക് കൊണ്ടുപോകാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുടർന്ന് ആർത്തവകാരികൾ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവർ പ്രാർത്ഥനയിൽ മാത്രം പങ്കുചേരുകയും ചെയ്യട്ടെ. വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ ആമീൻ പിടിക്കാൻ അവരുണ്ടാവട്ടെ. നിസ്കരിക്കാൻ നിൽക്കണ്ട, അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കണം. അതോടൊപ്പം തന്നെ അവർ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോ ഒരു സഹോദരി, ഒരു സ്ത്രീ ചോദിച്ചു, പ്രവാചകരെ, ഇഹ്ദാനാ യകൂനു ലഹാ ജിൽബാബ്, ആളുകൾ ഒരുപാടുള്ള ഇടമാണ് ഈദ് മുസല്ല എന്ന് പറയുന്നത്. ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ ഞങ്ങളിൽ ഒരു സഹോദരിക്ക് ജിൽബാബില്ലെങ്കിലോ പർദ്ദയില്ലെങ്കിലോ എന്താ ചെയ്യേണ്ടത്? അവരുടെ സഹോദരിയിൽ നിന്ന്, അവരുടെ സുഹൃത്തിൽ നിന്ന് ഒരു പർദ്ദ കടം വാങ്ങിയിട്ടെങ്കിലും, ഒരു ജിൽബാബ് കടം വാങ്ങിയിട്ടെങ്കിലും അവർ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടണം. വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കുചേരണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, അന്തഃപുര നിവാസികളായ സ്ത്രീകളെയും ആർത്തവകാരികളായ സ്ത്രീകളെയും അടക്കം ഈദ് മുസല്ലയിലേക്ക് അവർക്ക് പ്രാർത്ഥന നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും അവരെ ഇമാമിന്റെ സന്ദേശം കേൾക്കാനും ആ പ്രാർത്ഥനയിൽ ആമീൻ പിടിക്കാനും അവരും ഉണ്ടാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെല്ലാം തന്നെ ഈദ് മുസല്ലയുടെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചത് കൊണ്ട് ഇനിയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയുന്നില്ല. ഏതായാലും സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ, ആദ്യ 10 ദിനങ്ങളെ വിശേഷിച്ച് അറഫാ ദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. അതുപോലെ ഈദ് മുസല്ലയുടെ എല്ലാ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രീതിയിൽ ഈദ് നമസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചില അറിയിപ്പുകൾ നൽകാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈദ്ഗാഹ് കൃത്യം 7:30 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സാധാരണ നടക്കുന്ന പോലെ സാധാരണ നടക്കുന്ന സമയത്ത് തന്നെ 7:30 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് നടക്കുക. മഴയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ മസ്ജിദിൽ വെച്ചായിരിക്കും ഈദ് നമസ്കാരം. മഴയാണെങ്കിൽ നേരെ മസ്ജിദിലേക്ക് വരിക, മഴയില്ലാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ഈദ്ഗാഹിലേക്ക് കൃത്യം 7:30 പള്ളിയിൽ വെച്ചാണെങ്കിലും 7:30 വെച്ച് തന്നെയായിരിക്കും നമസ്കാരം നിർവഹിക്കപ്പെടുക. സഹോദരങ്ങളെ, 2, നമ്മുടെ ഈദ്ഗാഹ് സജ്ജീകരിക്കുന്നതിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. ഈദ്ഗാഹിന്റെ പ്രാധാന്യമെല്ലാം
നാം വിശദീകരിച്ചതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇഹ്യാ നിർവഹിക്കലാണ്, പ്രവാചകന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഈദ് മുസല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ദീനിയായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈദ്ഗാഹ് സംരംഭത്തിലേക്ക് സാമ്പത്തികമായും ഉദാരമായി സംഭാവന ചെയ്യാൻ എല്ലാവർക്കും സാധ്യമാവണം. ശാരീരികമായി നമ്മൾ അവിടെ എത്തണം, പരമാവധി ആളുകളെ എത്തിക്കണം എന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായും ഈദ്ഗാഹിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ എന്തൊക്കെ നല്ല നിയ്യാത്തുകൾ വെച്ചുകൊണ്ടാണോ സംഭാവനകൾ അർപ്പിക്കുന്നത്, ആ നിയ്യാത്തുകളെ മുഴുവൻ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതായിട്ട് അറിയിക്കാനുള്ളത് നമ്മുടെ ഉളഹിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ഉളഹിയ സംഭാവന സ്വീകരിക്കുന്നത് നാളെ 7 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. നാളെ 7 മണിയോടുകൂടി നമ്മുടെ ഉളഹിയ ഷെയർ സ്വീകരിക്കുന്നത് അവസാനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അറിയിക്കുകയാണ്, അടുത്ത ശനിയാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈദ് കഴിഞ്ഞുള്ള ശനിയാഴ്ചയായിരിക്കും നമ്മുടെ ഉളഹിയ നിർവഹിക്കപ്പെടുക എന്ന് പറയും. ഈദ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്, അന്ന് നിർവഹിക്കാൻ കഴിയില്ല. ഈദിന്റെ ദിവസവും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നവർക്ക് ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഈദ് ദിനത്തിലോ തുടർന്നുള്ള വെള്ളിയാഴ്ചയോ അത് നിർവഹിക്കാൻ കഴിയില്ല. ശനിയാഴ്ചയായിരിക്കും നമ്മുടെ ഉളഹിയ നിർവഹിക്കപ്പെടുക എന്നുകൂടി അറിയിക്കുകയാണ്. ഈ 4 കാര്യങ്ങളും എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേകമായിട്ടുണ്ടാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും പൂർണ്ണമായും വിജയിപ്പിക്കുമാറാവട്ടെ. എന്തെല്ലാം നല്ല നല്ല മുറാദുകൾ വെച്ചുകൊണ്ടാണോ വ്യത്യസ്തമായ ദീനീ സംരംഭങ്ങൾക്ക് നമ്മൾ സംഭാവനകളും ഷെയറുകളും എല്ലാം അർപ്പിക്കുന്നത്, ആ മുറാദുകളെ നമ്മിൽ നിന്ന് സഫലീകരിക്കുകയും അതിന്റെ പ്രതിഫലം നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ വന്ന നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കന്നത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാകുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സന്തോഷത്തോടെ സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹവും ഇണക്കവും ശക്തിപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും അല്ലാഹു തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ധാർമ്മികമായ വ്യതിയാനങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കളെ അല്ലാഹു പ്രത്യേകം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുള്ള ധാർമ്മികമായ കരുത്തും അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പിരടികളെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ തൊഴിലുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഉണ്ട്. അല്ലാഹുവേ, അവരുടെ പരിശ്രമങ്ങളെ നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, എളുപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന തൊഴിലുകളിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, വിവാഹപ്രായമായിട്ടും വിവാഹം സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന യുവതി യുവാക്കളുടെ അവരുടെ വിവാഹം അല്ലാഹുവേ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, നാഥനായ റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മനോഗതങ്ങളിലുള്ള എല്ലാ ഹലാലായ മുറാദുകളെയും എല്ലാ സദുദ്ദേശങ്ങളെയും അറിയുന്നവൻ നീ മാത്രമാണ്. പടച്ചവനെ, അത് ഞങ്ങൾക്ക് നീ സാക്ഷാത്കരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ നിരാശരാക്കല്ല റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളെ നീ പരാജിതരാക്കല്ല നാഥ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇറാനിലെ അടക്കമുള്ള മർദ്ദിത സമൂഹങ്ങളെ, മർദ്ദകർക്കെതിരെ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا
بنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.